ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ഈ ഇടവകയിലുള്ള വിശുദ്ധ കുർബാനയിലും അതോടൊപ്പം തന്നെ ഇന്ന് ഇതിന് ശേഷമുള്ള വികസന സംഘത്തിൻ്റെ മീറ്റിങ്ങിനും ഒക്കെ പങ്കെടുക്കാൻ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട സോണിയച്ചനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ സമയമായില്ല അല്ലേ? ആയോ? 11 മണിക്കായാലും കഴിക്കുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഒരു 12 മണി വരെയൊക്കെ പിടിച്ച് നിൽക്കാം നമുക്ക്. ശാപ്പാട് ഉണ്ടാക്കിയിട്ടില്ല? എല്ലാവരും വന്നേ? ഉണ്ടാക്കിയില്ലേ? നിങ്ങളാ പറയേണ്ടി. ഉണ്ടാക്കി പോയി കഴിച്ചാൽ മാത്രം മതി. അപ്പം ആ തരത്തിൽ ഒരു 12 മണി വരെ നിങ്ങളെ പിടിച്ചിരുത്താം ഞാൻ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എന്നോട് ഞാനൊരു 45 മിനിറ്റ്സ് 45 മിനിറ്റ് എടുക്കാം. ആ തരത്തിൽ വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു പ്രാദേശിക ഇടവകയിൽ, ഒരു ഇടവകയിൽ വികസന സംഘം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ആണോ? എനിക്കിവിടെ നിന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്നൊരു സംശയം. കേൾക്കാമല്ലോ? കേൾക്കാം. ഈ നമ്മുടെ ഇടവകയിൽ നമുക്ക് പല സംഘടനകളുണ്ട്, എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് സംഘടനകൾ? പള്ളിയിലുള്ള സംഘടനകൾ എന്തൊക്കെയാണ്? യുവനസഖ്യമുണ്ട്, ഗായക സംഘമുണ്ട്, പിന്നെന്താ ഉള്ളത്? സേവ്യ സംഘം, എടവ മിഷൻ, സീനിയർ ഫെലോഷിപ്പ് ഉണ്ടോ? വെച്ചാൽ ഇവിടെ ഉണ്ട്, അതുമുണ്ട്. ഒന്നിന് കുറവൊന്നുമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ, ഇങ്ങനെയുള്ള സംഘടനകൾ, പോഷക സംഘടനകൾ, ഇടവകയിലെ പോഷക സംഘടനകളെല്ലാം തന്നെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അത് ഇടവകയിലെ ഓരോ തരത്തിലുള്ള ആളുകൾ, ഇപ്പം ഗായക സംഘം പള്ളിയിലുള്ള കുർബാനയ്ക്കും മറ്റു കാര്യങ്ങൾക്കെല്ലാം പാട്ടുപാടിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവർ സഹായിക്കുന്നു. സേവ്യ സംഘം സ്ത്രീകളുടെ ഉന്നമനം അല്ലെ അവരുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവനസഖ്യം യുവാക്കൾക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി. അപ്പം അതിനകത്തൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇടവകയ്ക്കകത്തുള്ള ആളുകളുടെ ഒരു ആധ്യാത്മിക പരിപോഷണം, സ്പിരിച്വൽ എംപവർമെൻ്റ് ആണ് അതിനകത്തോട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വികസന സംഘം എന്ന് പറയുന്ന സംഘടന അലക്സാണ്ടർ മാർത്തോമ തിരുമേനി, അലക്സാണ്ടർ മാർത്തോമ തിരുമേനിയാണ് മാർത്തോമ സഭയിൽ ഉണ്ടാക്കിയത്. അന്ന് ക്രിസ്ത്യൻ ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് കാർഡ്, അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി. സോണിച്ചൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് വർഷമായുള്ളൂ, ഒരു 4-5 വർഷമേ ആയിട്ടുള്ളൂ. 4-5 ആയില്ലായിരിക്കും, 4 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ വികസന സംഘം മാർത്തോമ സഭയുടെ ഔദ്യോഗിക സംഘടനയാക്കി രൂപപ്പെടുത്തി. അതിന് മുമ്പ് അതുണ്ട്, എന്നാൽ അത് ഔദ്യോഗികമായിട്ട് രൂപപ്പെടുത്തിയത് ഈ ഒരു 3-4 വർഷമായിട്ടുള്ളൂ. വികസന സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും അതൊരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്, ആധ്യാത്മിക സംഘടനയാണ്. എങ്കിൽ പോലും നമ്മുടെ ഇടവകയ്ക്കകത്തും ഇടവകയ്ക്ക് പുറത്തുമുള്ള ആളുകളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സന്ധിക്കുകയും അവരെ സഹായിക്കുകയും അവരുടെ വികസന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വികസന സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് അതൊരു ആധ്യാത്മിക ഓർഗനൈസേഷൻ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, അതൊരു ആധ്യാത്മിക ഓർഗനൈസേഷൻ തന്നെയാണ്. ആധ്യാത്മികമായി ആളുകളെ പ്രചോദിപ്പിക്കുന്ന, അവർക്ക് സപ്പോർട്ട് നൽകുന്ന സംഘടനയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഭൗതികമായ മെറ്റീരിയലിസ്റ്റിക്കായ ഭൗതികമായ ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാതെ നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇടവകയ്ക്കകത്തും ഇടവകയ്ക്ക് പുറത്തുമുള്ള ആളുകളെ സഹായിക്കാനും അവരെ കരുതാനും യേശു കർത്താവ് ചെയ്ത പോലെയുള്ള ദൈവരാജ്യ ശുശ്രൂഷ അവർക്ക് വേണ്ടി ചെയ്യാനും സാധിക്കുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് വികസന സംഘം കൊണ്ടുള്ളത്. ഈ ഇടവകയിൽ വികസന സംഘമുണ്ട്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, എങ്ങനെയാച്ചാൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ഡെവലപ്മെൻറ്റ് എന്താണെന്നും എങ്ങനെ നമുക്ക് വികസന സംഘമായി പ്രവർത്തിക്കാൻ പറ്റുമെന്നൊന്ന് പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. കുറച്ച് സമയമെടുത്ത് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മൈക്കുള്ളവരൊന്ന് ഞാൻ പറയുന്ന ബൈബിൾ ഭാഗം ഒന്ന് വായിക്കണേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. യേശു കർത്താവ് വികസനം എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ബൈബിളിൽ പലയിടത്ത് പറയുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെ. ഒരാൾ ഇവിടെ മൈക്കുണ്ട്. മൈക്ക് അമ്മ വായിച്ചോ. മൈക്ക് ഓണാക്കണോ മോനെ? ആ, രോഗശാന്തിക്ക് വേണ്ടി അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പകൽ കഴിവാറായപ്പോൾ പന്തിനോടടുത്ത് വന്ന അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിട്ടുകൊണ്ട് തീർച്ചയായും ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർക്കാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുകയും എന്ന് പറഞ്ഞതിന് 5
അല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനു വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു. ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തിയായി ഇരിക്കുകയും എന്ന് പറഞ്ഞു. ചെയ്തു, എല്ലാവരെയും ഇരുത്തി. 17 വരെ വായിച്ചു. അവന് 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗ്ഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നോക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും ഇത് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൂട്ട എടുത്തു. മതി. ഞാൻ റാന്നി നസ്രത്ത് പള്ളിയിൽ ചെന്നപ്പം രാവിലെ കുർബാനയ്ക്ക് പോയത്, അവിടെ വികസന സംഘത്തിൻ്റെ പ്രോഗ്രാമിനോട് അച്ഛൻ എന്നെ വിളിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആൻറ്റിമാരുടെ കയ്യിൽ ഓരോ ഈ ബാസ്ക്കറ്റ്, ഓരോ മറ്റേ നമ്മൾ പറയത്തില്ല ബിഗ് ഷോപ്പർ അല്ലേ, ആ സഞ്ചിക്കകത്ത്. അപ്പം ഞാൻ എല്ലാവരും പണ്ടൊക്കെ പള്ളി കണ്ടിട്ടുള്ള എല്ലാവരും ക്രിസ്തുകീർത്തനവും ബൈബിളും കൂടെ കൊണ്ടുവരുന്നത്. റാന്നി നസ്രത്ത് പള്ളി ഞാൻ നോക്കിയപ്പം ആൻറ്റിമാരെല്ലാം കഷത്തിൽ ഈ ബൈബിളും ഉണ്ട്, മറ്റേ ക്രിസ്തുകീർത്തനമുണ്ട്, അതോടൊപ്പം തന്നെ ബിഗ് ഷോപ്പറിനകത്ത് കുറേ സാധനം. അപ്പം ഞാനിച്ച നേരത്തെ ചെന്നപ്പോൾ ഒരു ആൻറ്റിയോട് ചോദിച്ചു, എന്തോ ആൻറ്റി? അതിനോട് ഞാൻ അച്ചപ്പവും കുഴലപ്പവും പറഞ്ഞു. ഞാൻ എന്തോ പള്ളിയിലെന്തോ അച്ചപ്പവും കുഴലപ്പവും? അതച്ഛാ, ഇവിടെ ഞങ്ങൾ വലിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ സേവ്യാ സംഘക്കാരും യുവനസഖ്യക്കാരും കൂടെ ചേർന്ന് ഓരോ പ്രേ ഗ്രൂപ്പായിട്ട് ഉച്ച സമയത്ത് സമയം ഒക്കെ ഉള്ളപ്പം വീട്ടിൽ ചുമ്മാ നമ്മൾ ഇപ്പോൾ സോണിച്ചൻ പറഞ്ഞ ഒരു പണി ഇല്ലെങ്കിലും തിരക്കാന്ന് പറയുന്ന പോലെ നമ്മൾ ചുമ്മാതെ സീരിയൽ കണ്ട് ഭ്രാന്ത് പിടിച്ച് സീരിയൽ കാണുന്ന സമയമുണ്ടല്ലോ. പ്രത്യേകിച്ച് നമുക്കോ അതുണ്ടാക്കുന്നവനോ നാട്ടുകാരനോ ഒരു ഗുണമില്ലാത്ത സാധനം കണ്ട് സമയം കളഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്തോ ചെയ്യും, അതിൻ്റെ കഥ നമ്മുടെ വീട്ടിലില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുണ്ടാക്കും അല്ലേ. ചുമ്മാ ചൊറിയത്തില്ല ഇങ്ങനെ. നമ്മുടെ ഇളമ്പൽ പള്ളിയിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലല്ലേ. നമ്മൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അള്ളുക എന്ന് പറയും, ഇങ്ങനെ അങ്ങോട്ടും പറയും, ഇങ്ങനെ ചള്ളും പൊട്ടും പറയാൻ. ഇവിടെ അങ്ങനെ പറയത്തില്ലായിരിക്കും അല്ലേ. ഞങ്ങളുടെ കുഴിക്കാലെ പറയും ചള്ളും പൊട്ടും പറയാന്ന് പറയും അല്ലേ. ഒരു പണിയില്ലായിരുന്നു മടുക്കുമ്പോൾ സ്ട്രെസ് അടിക്കും. സ്ട്രെസ് എന്തോ പറ, ഉറക്കെ പറ. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഭർത്താവിനോടൊന്ന്, ഭർത്താവ് ഇങ്ങോട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ചള്ളും പൊട്ടും പറയാമെന്ന് പറയും. നമുക്കൊരു പണിയില്ല. അപ്പം റാന്നി നസ്രത്തുകാർ ചെയ്ത് അവർ ഓരോ പ്രേ ഗ്രൂപ്പായിട്ട് കൂടിയിട്ട് അവർ പറഞ്ഞു, നമുക്കെല്ലാം കൂടെ ചള്ളും പൊട്ടും പറയാതെ കുഴലപ്പം ഉണ്ടാക്കാം, അച്ചപ്പം ഉണ്ടാക്കാം, സമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. ഈ ആൻറ്റി കൊണ്ടുവന്ന് പല ആൻറ്റിമാരും കൊണ്ടുവന്ന് അവസാനം പള്ളി കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്നിച്ച് ചമ്മന്തിപ്പൊടി മേടിക്കാൻ നോക്കിയിട്ട് ഒരു സാധനമില്ല. എന്തുമാത്രം സാധനം അവിടെ കൊണ്ടുവന്നു അറിയാമോ? അവർക്കാർക്കും അച്ചപ്പവും കുഴലപ്പവും സമ്മന്തിപ്പൊടിയും കടയിൽ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷേ പള്ളി കഴിഞ്ഞ് പുറകെ വെച്ച് അത് വിറ്റപ്പോൾ അവർ പറഞ്ഞു അത് മതി, ഞങ്ങളത് മേടിക്കുന്നുള്ളൂ. പറഞ്ഞ് മനസ്സിലായോ? അവരെന്നോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവരെല്ലാം കൂടെ ഭയങ്കര പരിപാടിയാണ്. ഞായറാഴ്ച കഴിഞ്ഞാൽ ബാക്കി ദിവസങ്ങളിൽ ഫ്രീ ഉള്ളവർ മാത്രം എല്ലാവരും കൂടെ ചേർന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയാതെ അവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു, അവൻ അങ്ങോട്ട് നോക്കി, ഇവൻ ഇങ്ങോട്ട് നോക്കി, അപ്പുറത്ത് അങ്ങേര് വന്നു, അപ്പുറത്ത് ഇങ്ങേര് വന്നു എന്നൊന്നും പറയാതെ എന്തോ ചെയ്തു, അവരൊരുമിച്ച് ക്രിയേറ്റീവായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി പള്ളി കൊണ്ടുവന്ന് വിറ്റു. ആ പൈസ ഓഡിറ്റോറിയം പണിക്കോ ടൈലിടാനോ പള്ളി ബെഞ്ച് മേടിക്കാനോ ഒന്നും അല്ല എടുക്കുന്നത്. അവരാ പൈസ മുടക്കുന്നത് ആ പള്ളിയിൽ തന്നെ കിഡ്നി ഫെയിലിയറായി ചികിത്സിക്കാൻ നിർവാഹമില്ലാത്ത 3-4 പേരുണ്ട്. അവരെ സന്ധിക്കാൻ, അവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകാൻ ഈ ആൻറ്റിമാരും യുവനസഖ്യക്കാരും എല്ലാം കൂടെ ചേർന്ന് ഒരു പ്രവർത്തനം, അവരുടെ വികസന സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. യേശു ശിഷ്യന്മാരും എല്ലാം കൂടെ ബേത്സൈദ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് യേശു നല്ല പ്രസംഗം പ്രസംഗിച്ചു. ശിഷ്യന്മാർ കേട്ടിരുന്നു, പുരുഷാരം കേട്ടിരുന്നു. എല്ലാം കഴിഞ്ഞപ്പം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത ആൾക്കാരാണല്ലോ അല്ലേ, അവരാണല്ലോ യേശുവിനോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, കർത്താവേ നല്ല പ്രസംഗമായിരുന്നു, അടിപൊളി പ്രസംഗം, നിൻ്റെ പ്രസംഗം കേട്ടാൽ അവിടെ ഇരുന്നു പോകും. പക്ഷെ നീ ഒരു കാര്യം അറിയണം, സന്ധ്യയാകുന്നു, നമുക്കവരെ ബൈബിളിലോട്ട് നമുക്കവരെ പറഞ്ഞു വിടാം. പിടികിട്ടിയോ? കിഡ്നി ഫെയിലറായ നമുക്കെന്തോ കുഴപ്പം? അവരവിടെ കിഡ്നി ഫെയിലറായിട്ടിരിക്കണം, നമുക്കെന്നാ? ക്യാൻസർ വന്നാൽ ചികിത്സിക്കാൻ നിർവാഹമില്ല, അവർ പോയി ചികിത്സിക്കട്ടെ. ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ടൊക്കെ ഫണ്ടില്ല, അവർ പോയി ചികിത്സിക്കട്ടെ. കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് പഠിക്കുന്ന കൊച്ചാ, വീട്ടിൽ പൈസ നിവൃത്തിയില്ല, അവളെങ്ങനെയും പഠിക്കട്ടെ, നമുക്കെന്നാ? നമ്മൾ വന്ന് കുർബാന ചൊല്ലിയിട്ട് പോയാൽ പോരെ? മതി. നമുക്കവരെ വിശക്കുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം തോന്നുന്നു. നമുക്കവരെ ടു ഡിസ്പേഴ്സ് ദം, നമുക്കവരെ പറഞ്ഞു വിടാം. വേണമെങ്കിൽ പള്ളിക്കകത്ത് സങ്കടമുള്ളവൻ്റെ സങ്കടം കാണാതെ കേൾക്കാതെ ഇളമ്പൽ പള്ളിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് ചരിത്രം നമ്മുടെ ഇടവകയ്ക്കും സഭയ്ക്കും ഒക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് ഒരു തിരിച്ചറിവിലാണ് നമ്മുടെ ഇടവകയ്ക്ക് തുടങ്ങിയിട്ട് 18 വർഷമായി. നിങ്ങളാരും കണ്ടില്ല,
പക്ഷെ തമ്പുരാൻ ഒടുവിൽ അവളെ കണ്ടു. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവെ, നൈസായിട്ട് ആരും അറിയാതെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതുങ്ങളല്ല അതുങ്ങളുടെ പണിക്ക് പോയിക്കോളും. രണ്ട് കാര്യം പറയുന്നുണ്ട്. ആഹാരം കൈക്കൊള്ളാനും താമസിക്കാനും നമുക്കവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രെൻഡാണ് ഇക്കാലത്ത്. എന്താണെന്നറിയാം? ഒഴിവാക്കുക. അതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ടു എക്സ്ക്ലൂഡ്, ഒഴിവാക്കുക. എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഞാൻ ഇച്ചിരി മുമ്പോട്ട് വരാം, അതായിരിക്കും നല്ലത്. അല്ല, ഇത് മതി വെച്ചാ. ഓക്കെ, ഇത് മതി ഇത്രയേ ഉള്ളൂ. അപ്പം ശിഷ്യന്മാർ പറയുകയാണ് നമുക്കവരെ ഒഴിവാക്കാം. ഇംഗ്ലീഷിൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് പറയുമ്പോൾ നമുക്കവരെ പറഞ്ഞു വിടാം. വേറെ മൈക്കുണ്ടോ? നീളോ? അല്ല, ഇത് മതി സോണിച്ച, ഇത് മതി. ഓക്കെ, നമുക്കവരെ പറഞ്ഞു വിടാം. ഈ നമുക്കവരെ പറഞ്ഞു വിടാമെന്ന് ശിഷ്യന്മാർ ഒന്ന് നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അതൊക്കെ നടന്നോളൂ. അപ്പോൾ ഈ നമുക്കവരെ ഒഴിവാക്കാം എന്ന് പറയുന്നത് ഒരു അപകടകരമായ അവസ്ഥയാണ്. ഈ ലോകം ഇന്ന് ഒഴിവാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളും അറിയാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അടുത്ത സമയത്തൊരു കല്യാണത്തിന് പോയപ്പോൾ ആ കല്യാണം കെങ്കേമമായ കല്യാണം. ഇപ്പോഴത്തെ കല്യാണങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് സേവ് ദ ഡേറ്റ് അല്ലേ, നേരത്തെ സേവ് ദ ഡേറ്റ്. അപ്പം ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ ഇങ്ങനെ യൂട്യൂബിൻ്റെ ഒരു ലിങ്കും വരും, അതിൻ്റെ താഴെ അച്ഛാ സേവ് ദ ഡേറ്റ്, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ്. അപ്പം ഞാനൊരു പോയ കല്യാണത്തിൻ്റെ നോക്കിയിട്ട് മൊബൈലിൽ നോക്കിയിട്ട് ഡേറ്റൊക്കെ സേവ് ചെയ്തു. അതിന് ശേഷം ഞാൻ ആ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ യൂട്യൂബിനകത്ത് പെണ്ണും ചെറുക്കനും കൂടെ വെള്ളത്തിൽ ചാടാൻ പോയേക്കുമോ. അപ്പോൾ അവർ കല്യാണത്തിന് മുമ്പേ സേവ് ദ ഡേറ്റിന് മുമ്പ് തന്നെ അവരെല്ലാം കൂടെ എവിടെ പോവും? വെള്ളത്തിൽ ചാടാൻ പോകും. അപ്പം വെള്ളത്തിൽ ചാടി, പക്ഷേ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ചെറുക്കനെ പൊക്കുന്നു, ചെറുക്കൻ പെണ്ണിനെ പൊക്കുന്നു, പിന്നെ ചെറുക്കനെയും പെണ്ണിനെയും കൂടെ ആരാണ്ടൊക്കെ പൊക്കുന്നു, പിന്നെ അതിന് ശേഷം ക്യാമറമാൻ പൊക്കുന്നു. എന്നിട്ടെല്ലാം കൂടെ ചേർന്ന് വെള്ളത്തിൽ ചാടി. അവസാനം പെണ്ണിന് നീന്തൊന്നും അറിയത്തില്ല. പെണ്ണിനെ അവസാനം ഫയർഫോഴ്സുകാർ വന്ന് പൊക്കിയെടുത്ത് മേളിൽ കിടത്തിയിട്ട് വെള്ളമെല്ലാം കൂടെ അമക്കി, പെണ്ണ് വെള്ളമെല്ലാം കൂടെ ഛർദ്ദിച്ചാകെ. അപ്പം എന്തോ ഒരു ഗുണമുള്ളതെന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് എന്തോ സംഭവിച്ചു? വൈറലായി. എന്ത് വൈറലായി? പെണ്ണും ചെറുക്കനും വൈറലായി. ഒന്നും വേണ്ട, ചുമ്മാ ഇരുന്നപ്പോൾ തേനീച്ചക്കൂടിന് കല്ലെറിയാൻ പോയെന്ന് പറഞ്ഞല്ലോ, സേവ് ദ ഡേറ്റ്. പിന്നെ ഇതാ പരിപാടി. പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി കെങ്കേമമാണ്. അവിടെ ചെന്നാൽ അവിടെ ഇല്ലാത്തതൊന്നുമില്ല. ആന തൊട്ട് അമ്പാരി തൊട്ട് അല്ലേ, കൂത്ത് തൊട്ട് കഥകളി തൊട്ട് എല്ലാ സംവിധാനവും ഉണ്ട്. ഞാൻ അങ്ങനെ പോയ ഈ കല്യാണത്തിന് പോയപ്പോൾ ഈ കല്യാണം കഴിക്കുന്ന പെങ്ങള് കൊച്ചിൻ്റെ ഒരു ആങ്ങളക്കൊച്ചനുണ്ട്. അവന് ഇച്ചിരി ഓട്ടിസ്റ്റിക്കാണ്. നമ്മുടെ കൂട്ട് അത്ര കാര്യമായി മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരു പയ്യന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ സ്റ്റേജും ആരവാരവങ്ങളും എല്ലാം ഉണ്ട്, കൂത്തും പാരഫർണലിയാസ്, എല്ലാ ആഡംബരങ്ങളും പൊങ്ങച്ചങ്ങളും പൊങ്ങത്തരങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ സ്റ്റേജിൽ ഈ കൊച്ചനില്ല. അപ്പം ഞാൻ അന്വേഷിച്ചു ഇവൻ എവിടാ. ഞാൻ നോക്കിയപ്പോൾ അവനൊരു മൂലയ്ക്കിരുന്ന് ഇച്ചിരി ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അവൻ ആഹാരം കഴിക്കുമ്പോൾ ഇച്ചിരി സലൈവയൊക്കെ വെളി വരും. അങ്ങനെയാണല്ലോ ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങൾ, അവർ നമ്മുടെ കൂട്ട് ആഹാരം കഴിക്കാനൊക്കെ പ്രയാസമുള്ളവരാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, മർത്തോമാക്കാൻ എന്നാ ഇങ്ങനെ ആയേ? അവൻ്റെ പെങ്ങള് കൊച്ചിൻ്റെ കല്യാണത്തിന് ആ സ്റ്റേജിൽ നിന്ന് പെങ്ങള് കൊച്ചിനൊരു മുത്തം കൊടുത്ത് അവളെ കല്യാണത്തിന് അയക്കേണ്ട, അല്ലെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ട ഈ കൊച്ചൻ അവൻ ആ സ്റ്റേജിലില്ല, അവനെ ആ സ്റ്റേജിന് കൊള്ളത്തില്ല അല്ലേ. അപ്പം മർത്തോമാക്കാൻ അറിയാതെ നമ്മുടെ കൂടെ സ്റ്റേജിൽ നിൽക്കണമെങ്കിൽ പോലും ഒപ്പത്തിനൊപ്പമൊക്കെ ഉണ്ടേലേ ആണ്. നമ്മളിത് ഇന്ന് പഠിക്കുകയാണ്, ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഒഴിവാക്കലിൻ്റെ തന്ത്രങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണ്. പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും ഇടവകയ്ക്കകത്തും സഭയ്ക്കകത്തും ഒക്കെ നമ്മൾ അറിയാതെ പഠിക്കുകയാണ് എങ്ങനെ നമുക്കൊരാളെ അവോയ്ഡ് ചെയ്യാം. പക്ഷേ യേശുവിനോട് ശിഷ്യന്മാർ വന്ന് പറയാണ്, കർത്താവേ നമുക്കവരെ പറഞ്ഞു വിടാം. അപ്പോൾ യേശു എന്താ പറയുന്നത്? ഈ മധുവിനെ തല്ലിക്കൊല്ലുകയായിരുന്നല്ലോ പറഞ്ഞല്ലേ. നിങ്ങൾക്ക് മധുവിൻ്റെ കഥ അറിയാമല്ലോ. 2 കഷ്ണം വിശക്കുന്നതിന് 2 കഷ്ണം ബ്രെഡ് മോഷ്ടിച്ച മധുവിനെ തല്ലിക്കൊന്നു. ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരനെ വെള്ളക്കാരൻ സാഹിബ് മുട്ടിനടിയിൽ ഞെരിച്ചു കൊന്നു. ഈസിയാണ്. ഒരാളെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് വേണേൽ അവനെ അങ്ങ്
തട്ടിക്കളഞ്ഞാൽ മതി അല്ലേ? അങ്ങനെ ഈ ലോകം വല്ലാതെ ഒഴിവാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ദൈവരാജ്യത്തിലൂടെ, വികസന സംഘത്തിലൂടെ ക്രിസ്തു നമ്മളോട് പറയുന്നത് ആരെയും ഒഴിവാക്കുന്നതല്ല ദൈവരാജ്യം. ഇടവക എന്നത്, പ്രാദേശിക ഇടവക എന്നത്, സഭ എന്നത് ആരെയും ഒഴിവാക്കുന്നതല്ല. പിന്നെ നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. 5 അപ്പം കൊണ്ട് 2 പേരെ പോഷിപ്പിക്കുന്ന, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഈ സംഭവത്തിനകത്ത് യേശു പറയുകയാണ് നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. അപ്പം എക്സ്ക്ലൂഷൻ അല്ല, അതിനപ്പുറത്ത് അതിനൊരു ഓപ്പോസിറ്റ് വാക്കുണ്ട്, ഇൻക്ലൂഷൻ. നമുക്കാരെയും ഒഴിവാക്കാൻ തരമില്ല, നമുക്കാരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ചേർത്ത് നിർത്തലാണ്. ഇപ്പോൾ റാന്നി നസ്രത്ത് പള്ളിയിലെ വിശ്വാസ സമൂഹം, സേവ്യാ സംഘം, UNSK അവർ തീരുമാനിക്കുകയാണ് ഇന്ന ആളിനെ രോഗം കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത ചോദ്യം, അച്ഛാ പൈസ എങ്ങനെ കണ്ടെത്തും? റാന്നി നസ്രത്ത് ഇടവകയ്ക്ക് വലിയ പൈസയൊന്നുമില്ല, നിങ്ങളുടെ ഇടവക പോലെ ഇടവകയാണ്. പക്ഷെ അവർ ചെയ്യുന്ന അടുത്ത ക്രിയേറ്റീവായ, വളരെ സുന്ദരമായ, സൃഷ്ടിപരമായ, ഗുണപരമായ ഒരിടപെടലാണ്. നമുക്ക് സമയം ഇഷ്ടം പോലുണ്ട്. ദൈവം നമുക്ക് സമയം തന്നിട്ടുണ്ട്. ആ സമയം ഒരുമിച്ച് ഓരോ കരക്കാര്, പ്രാർത്ഥനാ കൂട്ടത്തിലെ കരക്കാര് ഒരുമിച്ചിരുന്നിട്ട് അവർ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് പള്ളി കൊണ്ടുവന്നിട്ട് ആളിൻ്റെ പേരോ നാളോ അവരുടെ ചരിത്രമോ അവരുടെ വേറെ അബൌട്ട്സോ അവരുടെ കുടുംബ ചുറ്റുപാടോ ഇന്നാക്ക കൊടുക്കാൻ പോകുന്ന ഒന്നും പറഞ്ഞില്ല. നമ്മൾ ജീവകാരുണ്യത്തിന് വേണ്ടിയാണ്, സാമൂഹ്യ സേവനത്തിന് വേണ്ടിയാണ്, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തു. പള്ളിയുടെ പുറകിൽ പള്ളി കഴിഞ്ഞപ്പോൾ വെച്ചു. ഭയങ്കര അവർ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും അവർ ചെയ്യുന്നു. അപ്പോൾ വികസന സംഘത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിന പരിപാടിയാണിത്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മുടെ പള്ളിക്കകത്ത് ആവശ്യമുള്ളവരുണ്ട്, നമ്മുടെ പള്ളിക്കകത്ത് ആവശ്യമില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പള്ളിക്ക് പുറത്ത് ആവശ്യമുള്ളവർ ഉണ്ട്. യശസ്വരനായ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി പറഞ്ഞ വികസന സംഘം എന്ന് പറയുന്നത് മാർത്തോമ സഭയ്ക്ക് മാത്രമുള്ളതല്ല, അതിനൊരു മതേതര സ്വഭാവമുണ്ട്. പള്ളിക്ക് വെളിയിൽ നമുക്ക് ആളുകളുണ്ട് അല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ പള്ളിക്ക് പുറത്ത്, ആ മതിലിന് വെളിയിലേക്ക് നോക്കാൻ പറ്റാത്ത വർഗീയതയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ കയറുന്നുണ്ട് എന്നുള്ളത് അപകടമാണ്. സഭയുടെ ചരിത്രം അതല്ല, സഭയുടെ സാക്ഷ്യം അതല്ല, മാർത്തോമാ സഭ മുമ്പോട്ട് വെച്ച മതേതര സാക്ഷ്യം അതല്ല. പള്ളിക്കകത്തില്ലെങ്കിൽ പള്ളിക്ക് പുറത്താളുണ്ട്. പണ്ട് പള്ളി ഒരിടത്തെ ഉയർന്ന തൂണായിരുന്നു. പള്ളി ഒരു സ്ഥലത്തെ ഒരു ആശാ കേന്ദ്രമായിരുന്നു. ആ പള്ളി കൊണ്ട് ഒരുപാട് ആളുകൾ വെട്ടം കണ്ടിട്ടുണ്ട്, ഈ പള്ളി കൊണ്ട് ഒരുപാട് ആളുകൾ വെളിച്ചം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് റാന്നി നസ്രത്ത് ഇടവകയുടെ ഒരു മോഡൽ പറഞ്ഞിട്ട് ഞാൻ ബൈബിളിലെ കാര്യം പറയുകയാണ്. യേശു പറഞ്ഞു നിങ്ങൾക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല, എല്ലാവരെയും നിങ്ങൾ ചേർത്ത് നിർത്തണം. 2, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. അപ്പം ശിഷ്യന്മാർ ചോദിച്ചു എവിടുന്ന് കൊടുക്കും? പൈസ ഇല്ലല്ലോ, ആഹാരമില്ലല്ലോ, പൊതിയില്ലല്ലോ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പിന്നെ എങ്ങനെ കൊടുക്കും? അടുത്ത ചോദ്യം. എൻ്റെ പള്ളിയിലും വികസന സംഘമുണ്ട്, കുഴിക്കാല പള്ളി. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഓഡിറ്റോറിയം പണി നടക്കുക. അപ്പോൾ ഓഡിറ്റോറിയം പണിയുമായിട്ട് ബന്ധപ്പെട്ട് അവരിങ്ങനെ അയ്യത്തോടൊക്കെ പോയപ്പോൾ ചക്കയുടെ സീസണാണ്. ചക്ക സീസണായപ്പോൾ ഞങ്ങളുടെ കൈസ്ഥാന സമിതി ആൾക്കാരെല്ലാം കൂടെ പിരിവിന് പോയപ്പോൾ അവർക്കെല്ലാം ലഡു പൊട്ടി. ലഡു പൊട്ടുമെന്ന് പറഞ്ഞാൽ പുതിയൊരു ആശയമാണ്. അവർ നോക്കിയപ്പം ഞങ്ങളുടെ അവിടേക്ക് ഒത്തിരി പ്ലാവുണ്ട്, ഇഷ്ടംപോലെ കൂഴച്ചക്കയും വരിക്കച്ചക്കയും എല്ലാം പ്ലാവിൻ്റെ ചോട്ടി ഇങ്ങനെ പഴുത്ത് കിടക്കുക. അപ്പോൾ അവർ നോക്കിയപ്പോൾ ദൈവം തന്നേക്കുന്ന ഈ ചക്കയെല്ലാം നഷ്ടപ്പെടുന്നല്ലോ. ഞങ്ങളുടെ കൈസ്ഥാന സമിതി ആൾക്കാർക്ക് ദൈവവിളി ഉണ്ടായി. അവർ പറഞ്ഞു നമ്മൾ ഈ ചക്കയൊന്നും നഷ്ടപ്പെടുത്തരുത്. ഏതായാലും കൊള്ളാം, പള്ളി കൂടിയാലോചനയായി, കൈസ്ഥാന സമിതി കൂടി, അടിയന്തര കമ്മിറ്റി കൂടി, അവരെല്ലാം കൂടെ തീരുമാനിച്ചു നമുക്ക് വീട്ടുകാരോട് പറയാം കുറേ പഴുത്ത ചക്കയൊക്കെ കൊണ്ടുവരാൻ പറയും. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കുഴിക്കാല പള്ളിയിൽ കല്യാണത്തേക്കാൾ വലിയ ഉത്സവമായി ചക്കയലുവ ഉണ്ടാക്കാൻ. എൻ്റെ അമ്മയൊക്കെ രാവിലെ കോട്ടൺ സാരി കൊടുത്തുകൊണ്ട് പോവാം. മുട്ടിനാണേ ഭയങ്കര വേദനയാണ്. ഞാൻ ചോദിച്ചു എവിടെ പോവാമേ? അച്ഛൻ പറഞ്ഞിട്ട് ചക്കയലുവ ഉണ്ടാക്കാൻ പോവുക. അനങ്ങാൻ വയ്യാത്ത പാർട്ടിയാണ്, പോവുക ചക്കയലുവ ഉണ്ടാക്കാൻ. ഗുണം എന്തുവാ? വീട്ടിൽ ഇരുന്ന, ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഓർമ്മയുണ്ടോ? പറ, വീട്ടിൽ ഇരുന്ന ഉറക്കപ്പറ. സോണിയച്ചാ, വീട്ടിൽ ഇരുന്ന ചള്ളും പൊട്ടും പറയുമോ? നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒത്തിരി പ്രശ്നമാണോ? അതിന് നമ്മൾ ബോഗൺവില്ല വളർത്തുന്നു, പട്ടിയെ വളർത്തുന്നു, പ്രൊമേറിയനെ വളർത്തുന്നു, ഡാഷിനെ വളർത്തുന്നു, ഡീഷിനെ വളർത്തുന്നു, പിന്നെന്തൊക്കെയുണ്ട്? പെറ്റ് തെറാപ്പി, ഫിഷ് തെറാപ്പി, അക്വേറിയം തെറാപ്പി, പിന്നെന്തുവാ ബോഗൺവില്ല തെറാപ്പി, ഒത്തിരി തെറാപ്പികളുണ്ട്. പക്ഷേ പള്ളിക്കകത്ത് തെറാപ്പികൾ ചെയ്യാം.
അപ്പം എൻ്റെ അമ്മ മുട്ട് വയ്യാത്ത അമ്മ 2 മുട്ടിനും ബെൽറ്റ് ഇട്ട്, അല്ല ഇതൊക്കെ അതിൻ്റെ പേരെന്തോ ഈ മുട്ടിനിടുന്നേ, ഞാൻ ഇടാൻ തുടങ്ങിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത്. ബെൽറ്റോ എന്തോ ഏതാണ്ട് അതിട്ടോണ്ടാണ് പോകുന്നത്. ഭയങ്കര ഇത്രയും ആവേശം പള്ളിയിപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞു ചക്ക അലുവ. അവിടെ ചെന്ന് ഭയങ്കര പരിപാടി. നിങ്ങൾ ഫേസ്ബുക്കിൽ അല്ല ഈ യൂട്യൂബിൽ നോക്കിയാൽ ഞങ്ങളുടെ കുഴിക്കാലപ്പള്ളിയിലെ ചക്ക അലുവ വൈറലായ അലുവായ. ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വലിയ ഉരുളിയൊക്കെ വാടകയ്ക്ക് എടുത്ത് പള്ളിക്കാർ 100-250 വീടുണ്ട് ഞങ്ങളുടെ പള്ളി. എല്ലാം കൂടെ ഒരുമിച്ച് കൂടി കല്യാണത്തിൻ്റെ തിരക്കാണ് കൂടി. പിന്നെ അവർ കുറേ ചക്ക തിന്നു, ഷുഗറുള്ളതൊക്കെ അങ്ങ് തിന്നിട്ട് പിന്നെ പിറ്റേ ദിവസം പള്ളിയിൽ ചക്ക അലുവ ലേലം വിളിച്ചു 1.5 ലക്ഷം രൂപ കിട്ടി. നമ്മൾ എവിടുന്ന് ആഹാരം കൊടുക്കും കർത്താവേ? നിനക്ക് ചുമ്മാ ഡയലോഗ് അടിച്ചാൽ പോരെ, പ്രസംഗിക്കാൻ നല്ല എളുപ്പം. പക്ഷേ ആഹാരം കൊടുക്കുന്നത് ഇച്ചിരി മെനക്കേടുള്ള കാര്യം. നമ്മൾ എവിടുന്ന് കൊടുക്കും? മാർത്തോമാ സഭയും നമ്മളും ഒക്കെ കൊടുത്തത് വല്ലതും ഉണ്ടായിട്ടായിരുന്നോ? ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ കൊടുത്തേ. നമ്മുടെ മന്ദിരങ്ങൾ സോണിയച്ചെന്ന് പറഞ്ഞു, ഇവിടെ വായിച്ചപ്പോൾ പരസ്യം വായിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ മന്ദിരങ്ങൾ കൊട്ടാരക്കര ആവട്ടെ, ആനപ്രാമ്പാലാവട്ടെ, സദാനന്ദപുരമാവട്ടെ, ആശാഭവനാവട്ടെ, ഇവിടെ എല്ലാം എൻ്റെ അമ്മയുൾപ്പെടെ നമ്മുടെ അമ്മമാർ കൊടുത്തതുണ്ടായിട്ടായിരുന്നോ? കല്യാണം വന്ന, മാമോദീസ വന്ന, മരിച്ച ഈ മരണം കഴിഞ്ഞുള്ള ഒരു വർഷം കഴിയുമ്പോൾ ഒക്കെ ഓർമ്മയൊക്കെ വരുമ്പോൾ, വീട്ടിലെന്തേലും ഒരു സന്തോഷം എന്ത് നടന്നാലും ഒരു ഭാഗം എങ്ങോട്ടുള്ളതാണ്? മന്ദിരത്തിന്. മാരാമണ്ണ് പോയാൽ ഉള്ള പൈസയുടെ 3/4 പങ്കും മന്ദിരത്തിന് കൊടുക്കാതെ എൻ്റെ അമ്മയൊന്നും മുമ്പോട്ട് പോകത്തില്ല. നമ്മുടെ അമ്മമാരും അങ്ങനെ ഉണ്ടായിട്ടാണോ കൊടുത്തേ? ഉണ്ടായിട്ടല്ല. ഔട്ട് ഓഫ് നത്തിങ്. ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല കൊടുത്തത്. ഇന്നാ ഉള്ളത്, അന്നില്ല. മുണ്ട് മുറുക്കിയെടുത്ത് വയറ് നിറച്ച കാലം, നുള്ളരിയിട്ട കാലം അല്ലേ? ആ കാലത്താണ് നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണമെന്ന് പറയാം. ലോകത്തിലേക്കും ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾ യേശു പറയുകയാണ്, നിങ്ങൾ തന്നെ കൊടുക്കണം. ഉണ്ടായിട്ടല്ല, നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യണം, നിങ്ങൾ കണ്ടെത്തണം അല്ലേ? ചക്ക പൊഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ കുഴിക്കാല പള്ളിയിലെ ആൾക്കാർക്ക് തോന്നി ചക്ക അലുവ ഉണ്ടാക്കണം. നിങ്ങൾ കണ്ടെത്തണം എവിടാ സോഴ്സ് ഇല്ലാത്തത്, എവിടാ പറ്റാത്ത. ഞാൻ ഈ പറയുന്ന ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ചാരിറ്റിയെക്കുറിച്ചല്ല, ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും കാർഡും ചാരിറ്റിയെക്കുറിച്ചല്ല പറയാൻ. ഞങ്ങളുടെ പ്രസിഡന്റ് ഇപ്പോൾ യുവാക്കിൻ തിരുമേനി എപ്പോഴും ഞങ്ങളോട് തമാശയ്ക്കാണേലും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊരാൾക്ക് മീൻ പിടിച്ചു കൊടുക്കുന്നതല്ല ശുശ്രൂഷ, പിന്നെ മീൻ എവിടെ ഉണ്ടെന്നും മീൻ പിടിക്കാൻ അവനെ പഠിപ്പിക്കുന്നതുമാണ് യഥാർത്ഥ ദൈവരാജ്യ ശുശ്രൂഷ. മീൻ പിടിച്ചു കൊടുക്കുന്നതല്ല. ആണോ? ചക്കാലുവ ഉണ്ടാക്കി 1.5 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കുന്നതല്ല, പിന്നെ ഏതെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കൊരു പിന്തുണ. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ ഒരു നിർവാഹവുമില്ല, അവർക്കൊരു പിന്തുണ അല്ലേ? ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു പിന്തുണയാകാൻ സാധിക്കുമോ? ഈ യേശു പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞ് ഇവരെല്ലാം ഭയങ്കര ടെൻഷനായി. എന്തോ സ്ട്രെസ് അടിച്ചു ശിഷ്യന്മാർക്ക്. എന്തോ ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, കയ്യിലും ഒരുപാട് പൈസയില്ല, ഒന്നുമില്ല, ആഹാരമില്ല, ഒന്നുമില്ല. അപ്പോഴാണ് അവരൊരു കൊച്ചിനെ കണ്ട്. അവൻ്റെ കയ്യിൽ എന്നാ ഉണ്ടായിരുന്നു? 5 അപ്പവും 2 മീനും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കൊച്ചനെ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരെ യേശു ഒരു വലിയ ലെസൺ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾക്കല്ലേ കൊടുക്കാൻ പറ്റാത്തേ? അവൻ്റെ അമ്മ അവൻ്റെ വിശപ്പടക്കാൻ വേണ്ടി യേശുപ്പച്ചൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി കൊച്ചനോട് അവൻ്റെ അമ്മ പറഞ്ഞേടാ, ഞാൻ നിനക്ക് പൊതിച്ചോറ് കെട്ടിത്തരാം, നീ കൊണ്ടുപോയിക്കോ. എന്നിട്ട് നിനക്ക് എവിടെയെങ്കിലും യേശുപ്പച്ചൻ പ്രസംഗം നിർത്തുന്ന സമയത്ത് നീ പോയിരുന്ന് കഴിച്ചോണം. എന്നിട്ട് നമ്മൾ പറഞ്ഞ സ്ഥിരം ഡയലോഗുണ്ട്, എന്തോ വേറെ ആർക്കും കൊടുക്കൽ, അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? നീ കഴിച്ചോണം, വേറെ ആർക്കും കൊടുക്കൽ. അപ്പോൾ അങ്ങനെ അവൻ ഇതും കൊണ്ട് പോയി. ഈ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം അല്ലേ? ആണോ? എനിക്ക് പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നൊസ്റ്റ് അടിക്കുന്നൊരു സംഭവം. കാരണം എന്ന് വെച്ചാൽ ഈ പൊതിച്ചോറ് ഇന്ന് ഈ ആൽഫാമും ഷമർമയും പിന്നെന്തുവാ ഇരുത്തിപ്പൊരിച്ച കോഴി, നിർത്തിപ്പൊരിച്ച കോഴി, ധ്യാനത്തിലിരുന്ന കോഴി, പിന്നെ നിങ്ങളിവിടെയൊക്കെ ഇവിടെ ജംഗ്ഷനിലൊക്കെ കിട്ടുന്ന കോഴിയുടെ പേരെന്താ? വേറെ ഇല്ലേ? നിങ്ങളിതൊന്നും കണ്ടിട്ടുമില്ല, അൽഫാമൊന്നും കഴിച്ചിട്ടില്ലേ? അങ്ങനെ ഇപ്പോൾ ഒത്തിരി ഉണ്ട്. പൊതിച്ചോറും കേട്ടു. ഞാൻ തിരുവല്ലയിൽ താമസം. അപ്പോൾ തിരുവല്ലയിൽ നമുക്ക് പൊതിച്ചോറും കിട്ടും, അമ്മച്ചിയുടെ മീൻകറിയും കിട്ടും, പിന്നെ ഷിബുവിൻ്റെ ബോണ്ട, രാമുവിൻ്റെ ചായ, ഏതാണ്ടൊക്കെ ഒത്തിരി പരിപാടിയുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ട്രേഡാണ്, എല്ലാം ഇൻഡസ്ട്രിയാണ്. നമ്മുടെ അമ്മച്ചി നമുക്ക് ഉണ്ടാക്കി തന്ന മീൻകറിക്ക് നമുക്ക് ടേസ്റ്റില്ല. തിരുവല്ല ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ, ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ചോറ് കഴിക്കാനൊരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ ചട്ടിച്ചോറെന്നും പറഞ്ഞുണ്ട്. ഈ ഗൾഫിൽ നിന്നൊക്കെ ഓരോ ടീമുകൾ വരും. വന്നിട്ട് ഈ ചട്ടിച്ചോറ് ഇവൻ കഴിക്കുന്ന കഴിപ്പ് കണ്ടാൽ ഇവൻ ജീവിതത്തിൽ ഇവൻ ചട്ടിയും കണ്ടിട്ടില്ല. അങ്ങ് കമന്നങ്ങ് അങ്ങ് പരവേശമാണ്. മനസ്സിലായോ?
എന്താ ഇതിൻ്റെ കാരണം? വീട്ടിൽ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്, പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ട്, എല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിതെല്ലാം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് അവിടെ പോയെങ്കിൽ ടേസ്റ്റുള്ളൂ. അതിനേക്കാൾ മേൽത്തരമായ മീൻകറി ആര് വെച്ച് തരും? എൻ്റെ അമ്മ എനിക്ക് വെച്ച് തരും. ഇവനെ സംബന്ധിച്ചുള്ള ഇവൻ്റെ പൊതിച്ചോറ് അവൻ്റെ ഇമോഷണൽ സെൻറ്റിമെൻറ്റാലിറ്റി ഉള്ളൊരു സാധനമാണ്. കാരണം അവൻ്റെ അമ്മ രാവിലെ കഷ്ടപ്പെട്ട് വേർപ്പൊലിച്ച് വേർത്തൊലിച്ച് അവൻ ഉണ്ടാക്കിയ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് കെട്ടി തന്ന പൊതിച്ചോറ് ഓർമ്മയില്ലേ? അതിനകത്ത് ഷവർമ്മയൊന്നും ഇല്ലായിരുന്നു. ആകെ ഉള്ളത് മുട്ട പൊരിച്ചതും ചമ്മന്തി, ഇത്രയേ ഉള്ളൂ, ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി. ഇതുകൊണ്ട് കോളേജിൽ പോവും. ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴേ നമുക്കങ്ങ് വിശപ്പാണ്. രാവിലെ 2 കുറ്റി പുട്ടും എല്ലാം അടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും ഒരു 11 മണിയാകുമ്പം ഈ വാട്ടി ഇലയുടെ മണം അടിക്കുന്നുണ്ടോ? ഒന്ന് ഫീൽ ചെയ്തേ ആ വാട്ടി ഇല. ഈ വാട്ടി ഇലയുടെ മണം വരുമ്പോൾ ഞാനിനി ഏത് ക്ലാസ് ആൻറ്റിയൊക്കെ അച്ഛാ നിർത്ത്, മതി അച്ഛാ, വിശന്നിരിക്കുമ്പോൾ ഇതൊന്നും അച്ഛാ ഇപ്പം. അപ്പം ഞാൻ ഏത് ഇൻട്രസ്റ്റ് ഉള്ള ക്ലാസ് ആണെങ്കിലും ഒരു 11:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും മാറിയിരുന്ന് ഈ സാധനം അങ്ങ് കഴിക്കും 11:30 ആകുമ്പോഴേ. കാരണം അതിനകത്ത് അത്ര ഉള്ളെങ്കിലും ഇതൊരു അമ്മയുടെ മനസ്സിലായി, അതാണ് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയെന്ന് പറയുന്ന സാധനമാണത്. ഇവൻ്റെ അമ്മ കെട്ടിക്കൊടുത്ത ഈ പൊതിച്ചോറ് അവൻ യേശു തമ്പുരാന് വിട്ടുകൊടുക്കാൻ അവൻ തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്നിടത്താണ് വികസന സംഘത്തിൻ്റെ അടുത്ത പ്രിൻസിപ്പിൾ നിൽക്കുന്നത്. അവൻ ഏറ്റവും പ്രാധാന്യമുള്ളത്, അവൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയത്, അവൻ്റെ മമ്മി അവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്, അത് അവൻ മാത്രം കഴിക്കാൻ താല്പര്യപ്പെട്ടത്. ശിഷ്യന്മാർ കറങ്ങി തിരിഞ്ഞ് വന്ന് ചോദിച്ചപ്പോൾ ഇന്ന് എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അവനാണ് ശിഷ്യന്മാരെക്കാൾ വലിയ യേശുവിൻ്റെ ശിഷ്യൻ. ആണോ? അവനത് വിട്ടുകൊടുത്ത അതാണ് ഷെയറിങ് അല്ലേ? അവൻ്റെ കയ്യിലുള്ളതിനെ അവൻ പോലും കഴിക്കാതെ തമ്പുരാൻ്റെ കയ്യിലോട്ട് വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളിടത്താണ് നമ്മൾ അറിയേണ്ടത്. നമ്മളുടെ ഇടവക അങ്ങനെ ആവണം. ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുന്ന പാഠം അതാണ്. നിങ്ങൾ എന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ ശിഷ്യന്മാരാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടൊക്കെയോ ചില പോരായ്മയുണ്ട്. നിങ്ങൾ ആരെ നോക്കി പഠിക്കണം? അവനെ നോക്കി പഠിക്കണം. അവൻ്റെ അമ്മ കെട്ടിക്കൊടുത്തതിനെ, അവൻ്റെ അമ്മ അവന് വേണ്ടി മാത്രം കൊടുത്തതിനെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറാകുന്നു എന്ന് പറയുന്നിടത്താണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഷെയറിങ്. വികസന സംഘം ഈ ഇടവകയിലെ ഒരു പോഷക സംഘടനയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ളതായി പഠിക്കേണ്ടത്, ഈ സംഘടന നമ്മളെ പഠിപ്പിക്കേണ്ടത് ദ ഫീൽ ഓഫ് ഷെയറിങ്. നമുക്ക് ഈ പങ്കുവെക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവണം. പങ്കുവെക്കുക എന്ന് പറയുന്നത് എൻ്റെ ഇടവകയ്ക്ക് മാത്രമല്ല, ഇടവകയ്ക്കകത്തും ഇടവകയ്ക്ക് പുറത്തുമുള്ള ആളുകളോടുള്ള എൻ്റെ കരുതൽ മനോഭാവം, എൻ്റെ ധാർമ്മികതയുടെ ഭാഗം, എൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഗം. ഫിലാന്ത്രോപ്പി എന്നൊരു വാക്കാണ്. എനിക്കുള്ള മനുഷ്യസ്നേഹത്തിൻ്റെ നിദർശനമാവണം എൻ്റെ ഷെയറിങ്. ഞങ്ങളിപ്പോൾ പ്രധാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ തിരുവല്ലയിൽ നിന്നൊരു 70 കിലോമീറ്റർ മാറി പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു വലിയ ആദിവാസി സമൂഹങ്ങളുണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പം ഞങ്ങൾ വിചാരിച്ച പത്തനംതിട്ട ജില്ല എല്ലാവരും NRI ആണെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. തിരുവല്ലയിലും കോഴഞ്ചേരിയിലും ഒക്കെ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ NRIക്കാരാണ്. അപ്പോൾ NRIക്കാരാകുമ്പോൾ ഞങ്ങൾ വലിയ വലിയ ആളുകളാണ്, ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസാണ്. കൂടുതൽ ആളുകൾ അവിടുന്ന് വന്ന് നാട്ടിൽ സെറ്റിലായവർ, എല്ലാ വീട്ടിൽ നിന്ന് 1-2 പേര് വിദേശത്തുണ്ട്. അപ്പോൾ NRI എന്നാണ് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പറയും. ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ അറിഞ്ഞു, പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ ലാൻഡ്ലെസ് ഹോംലെസ് എന്ന് വെച്ചാൽ വീടും പുരയിടവും ഇല്ലാത്ത ആളുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ സംഘമായിട്ട് ഞങ്ങൾ വണ്ടിയിൽ ശബരിമലയ്ക്ക് പമ്പയ്ക്ക് അടുത്ത് വരെ ചെന്നപ്പോൾ ഈ ലാഹ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് അട്ടത്തോടെന്ന് ഒരു സ്ഥലമാണ്, മഞ്ഞത്തോട് അട്ടത്തോട്, സോണിച്ചനൊക്കെ അറിയാൻ മതി. അവിടെ ചെന്നപ്പം ഒരുപാട് ആളുകൾ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ദാമു എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യൻ, അവനെന്നോട് പറഞ്ഞു അവൻ 7 പഠിക്കുന്നത്, സ്കൂളിലൊന്നും പോകത്തില്ല, 7 പഠിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. പക്ഷെ അവനെ കണ്ട 1-ാം ക്ലാസ്സിൻ്റെ അത്രയും പോലും ഇല്ല, കാരണം അത്രയും സൈസേ ഉള്ളൂ. കാരണം ഒന്നും കഴിക്കുന്നില്ല, പോഷകങ്ങളൊന്നുമില്ല, മാൽന്യൂട്രീഷൻ അടിച്ച് ശരീരത്തെ എല്ലും തോലെയുള്ളൂ, ആ ഇച്ചിരി ഉള്ളൂ. അവനൊരു പച്ചച്ചക്കച്ചുള്ള അതിനോട് നടക്കുമോ. അപ്പം ഞാൻ ചോദിച്ചാടാ ഇതെന്തുവാടാ നീ ഒന്നും കഴിച്ചില്ല? അവൻ ഇല്ല അച്ഛാ ഒന്നും കഴിച്ചില്ല. അപ്പം ഞാൻ ഓർത്തോടാ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ നിന്ന് 60-70 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്ത് ഒരു കൊച്ചൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദാമു വിശന്നിട്ട് പച്ചച്ചക്കച്ചുള്ള തിന്നു. അപ്പം ഞാൻ ചോദിച്ചു അമ്മ ഒന്നും ഉണ്ടാക്കിയില്ലേ? അപ്പം എനിക്കറിയാമായിരുന്നു റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നുണ്ട്, കടലയും പയറും ഒക്കെ കിട്ടുന്നുണ്ട്, അവർക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചു അതൊന്നും മേടിച്ച് അമ്മ ഉണ്ടാക്കിയില്ലേ? അമ്മ ഉണ്ടാക്കി ഫാദറെ, പക്ഷേ എനിക്ക് ചോറ് കൂട്ടാനൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു പയർ കൂട്ടാൻ ഉണ്ടാക്കിയില്ലേ?
അത് ഫാദറെ 2-3 ദിവസം കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര വയറ് മേലാതാവും, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അതിനേക്കാൾ നല്ലത് ചക്കച്ചോളമായതുകൊണ്ട് ഞാനത് തിന്നുകൊണ്ട് നടക്കുകയാണ്. ഞാനിതെല്ലാം കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നി. അപ്പം നമ്മൾ ടി വിക്കകത്ത് തലേദിവസം കേട്ട് രാഷ്ട്രീയക്കാർ വന്ന് പറയും ഇവിടെ പട്ടിണിയില്ല, കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ഭയങ്കര സംഭവം, ഇവിടെ പട്ടിണിയില്ല, പരിവട്ടമില്ല, ഇവിടെ എല്ലാവരും സാക്ഷരതയുള്ളവരാണ്, ഇവിടെ പട്ടിണിയില്ല, എല്ലാവരും ഓക്കെയാണ് എന്നൊക്കെ തലേദിവസം ചാനലിരുന്ന് തെള്ളുന്ന കേട്ടത് അല്ലേ. ഭയങ്കര തെള്ളല്ലേ ചാനലിൽ. പിറ്റേ ദിവസമാണ് ദാമു എന്നോട് പറഞ്ഞു ഞാൻ വിശന്നിട്ട് ചക്കച്ചോള കഴിക്കും. ഞാൻ അവൻ്റെ കഥയെല്ലാം കേട്ടിട്ട് തിരിച്ച് കാറിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഈ ദാമു എൻ്റെ പുറകെയാവും. അച്ഛൻ പോവാണോ? ഞാൻ പറഞ്ഞു ഞാൻ പോവാടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നാ. ഇവനെന്നെ വിടുന്ന ലക്ഷണമില്ല. ഇവൻ എൻ്റെ പുറകെ വന്നിട്ട് എന്നോട് ചോദിച്ച അടുത്ത ചോദ്യം, അച്ഛൻ ഇനി ഈ വഴി വരുമോ? അതൊരു ചെറിയ പിച്ചാത്തിക്ക് നെഞ്ചത്തിട്ട് കുത്തുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ ഇനി ഈ വഴി വരുമോ? 3 വർഷം മുമ്പുള്ള കാര്യമാണ്. അച്ഛൻ ഇനി ഈ വഴി വരുമോ? ഞാനെല്ലാം പറഞ്ഞിട്ട് കയറി പോകുന്നു. പിന്നെ ഞങ്ങൾ ആലോചിച്ച് എന്തോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ മെത്രാപ്പോലത്തെ തിരുമേനിയോടൊക്കെ ആലോചിച്ചു. തിരുമേനിക്ക് ഇതിനകത്തൊക്കെ ഒരു താല്പര്യമുള്ള തിരുമേനിയാണ്. തിരുമേനിയോട് ഞാൻ ഇക്കാര്യം ആലോചിച്ചു. അപ്പോൾ തിരുമേനി പറഞ്ഞു വെച്ചാൽ നിങ്ങൾ തുടങ്ങണം, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പ്രോജക്റ്റിൻ്റെ ഒരു പേരിട്ട് ഒപ്പം. ബൈബിളിൽ തന്നെ പറഞ്ഞുകൊണ്ട് യേശു ഒപ്പമായി, ഇൻകാർണേഷൻ അല്ലേ, ജഡധാരണം, മനുഷ്യനായി മാറി, ഒപ്പമായി. യേശു വിണ്ണിലിരുന്നവൻ നമ്മുടെ ഒപ്പമായി മാറി. അപ്പം ഞങ്ങൾ ഓർത്ത് ദാമു എന്നോട് ചോദിച്ചു ഇനി വഴി വരും. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് നാൾ അവനോടൊപ്പം യാത്ര ചെയ്യാം, അവനോടൊപ്പം പഠിക്കാം, അവനോടൊപ്പം കാട്ടിൽ താമസിക്കാൻ പറ്റുവാണെങ്കിൽ താമസിക്കാം, പല സമയത്ത് സമയം കിട്ടുവാണെങ്കിൽ കാട്ടിൽ അവൻ്റെ അടുത്തൊന്ന് പോകാം. അവരുടെ വീടുകൾ നിങ്ങൾ കണ്ടാൽ കഷ്ടം തോന്നും. പണ്ട് നമ്മൾ പെര ചോരാതിരിക്കാനിടുന്ന ടാർപോളിൻ ഷീറ്റിൻ്റെ അടിയിൽ താമസിക്കുന്ന മലമ്പണ്ടാരം എന്ന് പറയുന്ന 100-ലധികം കുടുംബങ്ങൾ കാടിനകത്ത് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട്. റാന്നി പെരുന്നാട് പഞ്ചായത്തിൽ നിന്ന് കൂടി വന്ന 20 കിലോമീറ്റർ മാറിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി ആഹാരം കൊടുക്കുന്നു. അവർക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ ഒരു മനുഷ്യരാക്കുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെത്രാപ്പോലത്തെ തിരുമേനി ഈയിടെ എന്നോട് വിളിച്ച് പറഞ്ഞു, അച്ഛാ എൻ്റെ 75th തിരുമേനിയുടെ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് തിരുമേനിയ വീടുകൾ കൊടുക്കുന്നുണ്ട്. തിരുമേനി പറഞ്ഞു 5 വീട് എൻ്റെ ഇതായിട്ട് ഞാൻ അവിടെ കൂടെ അച്ഛൻ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇനിയും വീടുണ്ടാക്കാൻ പോകും. അപ്പോൾ ദാമു എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുന്നു അച്ഛൻ ഇനി ഈ വഴി വരുമോ? ദാമു അവിടെ മാത്രമല്ല, നമ്മുടെ പള്ളിക്കകത്തും ഉണ്ടാകാം. പക്ഷെ അവർ നാണക്കേട് കൊണ്ട് ആരും അറിയാതെ, നമ്മൾ പോലും അറിയാതെ, നമ്മളെപ്പോലും നോക്കാതെ ഈ പള്ളിയുടെ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് വന്ന് ആരാധിച്ചിട്ട് പോകും. നമുക്കവരെ അറിയത്തില്ല. വിലാസമില്ലാത്തവരായി. ദാമുവിൻ്റെ വിലാസം ഈ ഇറക്കമുണ്ടല്ലോ, അവർക്ക് പേരില്ല, നാടില്ല, ആകെ അവരെ അറിയാവുന്ന മലമ്പണ്ടാരം. അവർ കാടിനകത്ത് താമസിക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല. ഒത്തിരി ഉൾക്കാട്ടിലോട്ട് ഇറങ്ങിപ്പോയെങ്കിൽ ഈ ഷെഡ് കാണത്തുള്ളൂ. ഞങ്ങളവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അവരെ കണ്ടെത്തുന്നത് റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു ഈറയിൽ ഒരു ബെറ്റിക്കോട്ട് കവർ ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാട്ടിലെവിടെയോ ഒരു കുടുംബം താമസിക്കുന്നു. അട്ടയുടെ ഒക്കെ കടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ ഒരു 1.5 കിലോമീറ്റർ നടക്കുമ്പോൾ കാണാൻ 2 കുടുംബങ്ങൾ ഉൾക്കാട്ടിൽ താമസിക്കും. ഞാൻ പറയുന്ന തിരുവനന്തപുരത്തെ കാര്യമോ നെടുമങ്ങാടെ കാര്യമോ നെയ്യാറ്റിങ്കര കാര്യമല്ല, ഇവിടുത്തെ കാര്യമാണ്, പത്തനംതിട്ട ജില്ലയിലെ കാര്യമാണ്. ദാമു എന്ന് പറയുന്ന ആൾ അവിടെ മാത്രമല്ല, ഇവിടെയുമുണ്ട്, നമ്മുടെ പള്ളിക്കകത്തുമുണ്ട്. അവർ ആരും കേൾക്കാതെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ അറിയുന്നുണ്ടോ? അവിടെയാണ് യേശു പറയുന്നു, ശിഷ്യന്മാരോട് പറയുകയാണ്, ബേത്സൈദയിൽ വെച്ച് ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. അവരുടെ കയ്യിലൊന്നുമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരു കൊച്ചനെ കാണുന്നു. ആ കൊച്ചനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ ശിഷ്യന്മാരാണ്, പക്ഷേ നിങ്ങളെക്കാൾ വലിയൊരു ശിഷ്യനാണ് ആര്? ഈ കൊച്ചൻ. അവൻ്റെ കയ്യിലുള്ളത് അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായി. ഈ പള്ളിയിലെ വികസന സംഘം മറ്റുള്ള സംഘടനയെ പോലെ വെറുതെ കൂടി വന്ന് സ്വത്രാഴ്ചയിട്ട് പിരിയുന്ന സംഘടന ആവരുത്. ഈ ഇടവയ്ക്കകത്തുള്ള യാഥാർത്ഥ്യങ്ങളെ, സങ്കടങ്ങളെ, നെടുവീർപ്പുകളെ, രോഗാവസ്ഥകളെ, രോഗാനുഭവങ്ങളെ അതിതീവ്രമായി മറ്റുള്ളവരോട് പറയാനാവാത്ത വിധത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതങ്ങളെയൊക്കെ നേരിട്ടറിയാവുന്ന ആളുകൾ ഈ പള്ളിയിലുണ്ട്. ഞാനൊരു ഇടവക ഇരുന്നപ്പോൾ അവിടെ ഒരു അങ്കിളുണ്ട്. വേറെ ഒരു മനുഷ്യർക്കും ആ പള്ളിയിലെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരാളുടെ വേദന അറിയത്തില്ല. ഈ അങ്കിൾ, ഞാൻ അങ്കിളിനെ ഒരിക്കലും, ഞാൻ പേര് പറയത്തില്ല, കൈതക്കുഴി പള്ളി, രാവിലെ വന്ന് എൻ്റെ പാഴ്സനേജ് വന്നൊരു കാപ്പി കൂടി കഴിയുമ്പോൾ എന്നോട് പറയാം, ഇന്നടത്ത് ഇന്നാര്. ഞാൻ ആ യാത്രയപ്പിന് പോലും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യനെ ഞാൻ ഓർക്കുമ്പോൾ. എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ പള്ളിയിലുണ്ട്. വികസന സംഘത്തിൻ്റെ സെക്രട്ടറി അവരായിരിക്കണം.
ഞാൻ അങ്ങനെ ചുമ്മാ അങ്ങ് പറയോ? അതാ വികസന സംഘം. എൻ്റെ ഇടവകയ്ക്കകത്ത് സങ്കടമുള്ളവരെ, ഓരത്തിരിക്കുന്നവരെ, അരികിലിരിക്കുന്നവരെ, വരമ്പത്ത് താമസിക്കുന്നവരെ, തോട്ടിൻകരയിൽ താമസിക്കുന്നവരെ ഒക്കെ അവരുടെ സങ്കടങ്ങളെ, അവരുടെ രോഗങ്ങളെ, അവരുടെ ക്രൈസിസുകളെ ഒന്ന് മനസ്സിലാക്കുന്ന ആളുകൾ വികസന സംഘത്തിൻ്റെ നെടും തൂണുകളാവണം. അവരിതിവിടെ എത്തിക്കണം. അതിനൊരു രഹസ്യ സ്വഭാവം അവിടെ കൊടുക്കണം. കുറച്ച് ഫണ്ട് വന്നു കഴിയുമ്പോൾ അച്ഛനും നിങ്ങൾ 1-2 പേരൊക്കെ ഇടപെട്ട് അധികം പബ്ലിസിറ്റി കൊടുക്കാതെ അവരെ സന്ധിക്കണം. അവരുടെ സങ്കടങ്ങളിൽ കൂട്ടിരിക്കണം. നല്ല പഠിക്കാൻ നല്ല ചുറ്റുപാടുള്ള കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു നോട്ടം, ഒരു പിന്തുണ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കയറിപ്പോകുന്നത് നമ്മൾ പോലും അറിയത്തില്ല. വേറൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ദാമുമാർ, ഞാൻ പറഞ്ഞ പോലെ പെരുന്നാട് പഞ്ചായത്തിൽ മാത്രമല്ല, പള്ളിക്കകത്തും ഒത്തിരി ദാമുമാർ ഉണ്ട്. നമ്മൾ അവരെ കാണണം, അവരെ അറിയണം. വികസന സംഘം ഒരു പൊങ്ങച്ചത്തിൻ്റെ സംഘടനയാവരുത്. ഇന്നെല്ലാ സംഘടനയും ഫോട്ടോ എടുപ്പാണ്, പൊങ്ങച്ചമാണ്, പൊങ്ങത്തരമാണ്, താൻപോരിമയാണ്, അഹങ്കാരമാണ്, ആള് കളിക്കാനുള്ള കളിയാണ് മൊത്തം. വികസന സംഘം ആള് കളിക്കാനുള്ള കളിയാവരുത് പ്ലീസ്. അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. ഉള്ളു നനഞ്ഞ് എൻ്റെ പള്ളിക്കകത്ത് ഒരുത്തൻ്റെ സങ്കടം കാണുമ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് തേങ്ങാനും എൻ്റെ കൺകോണിൽ ഒരിറ്റ് വെള്ളം വരാനും കാരണമാകുന്ന യേശു കർത്താവ് പറഞ്ഞ ശുശ്രൂഷ മാത്രമേ വികസന സംഘത്തിൻ്റെ ശുശ്രൂഷയാകാവൂ. അല്ലാതെ ആള് കളിക്കാനും തിണ്ണമെടുക്ക് കാണിക്കാനും പൊങ്ങത്തരം കാണിക്കാനും പൊങ്ങച്ചം കാണിക്കാനുമുള്ള സംഘടനയല്ല വികസന സംഘം എന്നുള്ളത് മറക്കരുത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സംഘടനകളൊക്കെ ഇന്ന് ആ നിലയ്ക്ക് അധപ്പതിക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. യേശു പറഞ്ഞ ദൈവരാജ്യം അതല്ല എന്നുള്ളത് വ്യക്തമായി നാം മനസ്സിലാക്കണം. പിന്നെ യേശു ഈ കൊച്ചൻ കൊണ്ടുവന്ന ഫുഡ് 5 അപ്പം 2 മീനും വാഴ്ത്തി നുറുക്കി എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും തിന്നും, എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാം എന്തോ തോന്നും, ഉറക്കം വരും അല്ലേ? നമ്മളൊരു ആലസ്യത്തിലാവും, ഒരു പാസീവ്നെസ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ യേശു തേണ്ട കൊടുക്കുന്ന അടുത്ത ഉത്തരവാദിത്വം വികസന സംഘത്തിൻ്റെ അടുത്ത ഉത്തരവാദിത്വമാണ്. ബൈബിളിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന കൃത്യമായി പറഞ്ഞൊരു ടെക്സ്റ്റാണ്. യേശു പറയുന്നത് ബാക്കിയുള്ളതൊന്നും കളയാതെ പറ ഉറങ്ങിയോ? ചൂടുറക്കെ. ബാക്കിയുള്ളതൊന്നും കളയാതെ ടു കളക്ട് ദ ഗാർബേജ്. ഞാൻ ഓർത്ത് എന്തോ ഒരു കാര്യം ചെയ്ത് വേസ്റ്റ് ആരെങ്കിലും എടുക്കുമോ? എടുക്കത്തില്ല. പണ്ട് വേസ്റ്റ് കഴിച്ച കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വേസ്റ്റ് കണ്ടാൽ അന്നേരം തട്ടി കളയും. യേശു പറയുന്ന കളക്ട് യുവർ ഗാർബേജ്, കളക്ട് യുവർ വേസ്റ്റ്. നിങ്ങൾ തിന്ന് ശേഷിപ്പിച്ചത് ഒന്നും കളയാതെ എടുക്കണം. എന്തൊരു കഷ്ടമാണ് ദൈവമേ, ഇതെന്തൊരു അവസ്ഥയാണ്. യേശു ഇത് പറയുമ്പോൾ ശിഷ്യന്മാർ ഇവനെന്തോ ഈ പറയുന്നത്, ഇതെന്തിനാ എടുക്കുന്നത്? യേശു പറയുന്നു, നിങ്ങൾ ഇത് മുഴുവൻ എടുക്കണം. എടുത്താൽ മാത്രം മതിയോ? എടുക്കണമെങ്കിൽ തിന്നിട്ടിരിക്കുന്നവർക്ക് ഈ ജോലി ചെയ്യാൻ ഇച്ചിരി പാടാ അല്ലേ, നിറഞ്ഞിരിക്കുക. പക്ഷെ അവർ മൊത്തം കളക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ചുമക്കണം. മനസ്സിലായല്ലോ? നമുക്ക് ചുമക്കാൻ പാടാ. പണ്ട് ചുമക്കുമായിരുന്നു, ഇന്ന് നമുക്ക് ചുമക്കാൻ പാടാ. ഇന്ന് നമുക്ക് ബാക്കിയുള്ളത് എടുക്കാനും പാടാ, ചുമക്കാനും പാടാ. ഇവരോട് പറഞ്ഞു ബാക്കിയുള്ളത് മുഴുവൻ ശേഖരിക്കാൻ പറഞ്ഞപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 12 കൊട്ട നിറച്ചെടുത്തു. 12 കൊട്ട നിറച്ചെടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്തിനാ? 12 ശിഷ്യന്മാരുടെ തലയിലും ഓരോ കൊട്ട ആണോ? 12 ബാസ്ക്കറ്റ് 12 ശിഷ്യന്മാരുടെ തലയിൽ യേശു കൊടുത്തു. എന്തിനാണ്? നിങ്ങൾ കളക്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ചുമട്ട് തൊഴിലാളികളുമാവണം. നമുക്കെപ്പോഴും വിളമ്പി തിന്നാനാണ് താല്പര്യം അല്ലേ? ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പം ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അച്ചായി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മാമ്മ ഇങ്ങനെ മോര് കറി വിളമ്പുന്നു. അമ്മാമ്മ എനിക്കും ഞാൻ എനിക്ക് ആവശ്യമുള്ള എടുത്തോളാം. അച്ചായിയാണ് ഇങ്ങനെ നോക്കിയിരിക്കുക. അമ്മാമ്മ മോര് കറി വിളമ്പുന്നു. ഉടനെ പിന്നെ അച്ചായി ഞാൻ അച്ചായ ഇടയ്ക്ക് കിളി പോയോ ഇങ്ങനെ ഇരിക്കുന്നു. അച്ചാനെ, അപ്പോൾ ഞാൻ ഓർത്ത് എന്തോ പറ്റി, അച്ചാന് വല്ല ഷുഗർ വല്ലതും താണോ? അല്ല, അമ്മാമ്മ തോരനിട്ട് കൊടുത്താലേ അച്ചാൻ പഴയ സോക്കേടാ. ഏതാ പഴയ? നമ്മുടെ ബ്രാഹ്മണ്യം. ഞങ്ങൾ എവിടുത്തെ പറ അറിയത്തില്ല, പഴയ സാധനമുണ്ട്. അവൾ വിളമ്പി തന്ന എന്തോ കുഴപ്പമുള്ളവിടെ വിളമ്പട്ടെ അങ്ങോട്ട്. ഇന്ന് വിവരം അറിയും വിളമ്പ അല്ലേ? കളി മാറി അല്ലേ അമ്മേ? മതവയ്ക്കാത്ത വരെ ആൾ കയറി തുടങ്ങി. കുഞ്ഞ് സംഭവം കൈവിട്ടുപോയി. അച്ഛൻ ഇങ്ങനെ കിളി പോയിരിക്കുക. എന്ന് വെച്ചാൽ അമ്മാമ്മ പയറുതോരൻ ഇട്ടല്ലേ അച്ഛൻ? അത് അച്ഛനെ അമ്മ പഠിപ്പിച്ചതാണ്. നീ നിൻ്റെ ഭാര്യ വീട്ടിൽ വരുമ്പോൾ അവൾ വിളമ്പി തന്നേലേ നീ തിന്നാവൂ. നമുക്ക് തിന്നാനാണ് താല്പര്യം, വിളമ്പി തിന്നാൻ. വിളമ്പാൻ
ടു സെർവ്. നിങ്ങൾ വിളമ്പണം. നിങ്ങൾ ഈ 5 അപ്പവും 2 മീനും ഞാൻ വാഴ്ത്തിയെന്നും പറഞ്ഞിട്ട് അമ്മാർ തന്നെ നിങ്ങൾ വിളമ്പുകാരാവണം. അതുകൊണ്ടാണ് യേശു പത്രോസിന്റെ മുമ്പിൽ കുന്തിച്ചിരുന്നിട്ട് അവൻ്റെ കാല് കഴുകിയപ്പോൾ പത്രോസ് പറഞ്ഞു, തമ്പുരാനെ നീ ഗുരുവാണ്, ഞാൻ ശിഷ്യനാണ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല ഒരു ഗുരു ശിഷ്യന്റെ ഞാൻ ഇത്രയും കിടന്ന് അലച്ചിട്ട് നിങ്ങൾക്കൊരു പഞ്ചില്ല, ഒരു ഗുമ്മില്ലല്ലോ, കാല് കഴുകണം. യേശു പറഞ്ഞു, ശരിയാ, നീ പറഞ്ഞ സത്യമാണ്, പക്ഷേ ഇന്ന് ഞാനത് അഴിക്കാൻ പോവാ. ഇനിയും നമ്മൾ ഗുരുവും ശിഷ്യനുമല്ല, ഇനിയും ഞാൻ നിന്റെ കാല് കഴുകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്റെ ഗുരു ആയിരിക്കുമ്പോൾ തന്നെ നിന്റെ കാല് കഴുകും. അതുകൊണ്ടാണ് തോർത്തുമുണ്ട് അരയിൽ കെട്ടി പത്രോസിൻ്റെ മുമ്പിൽ കുന്തിച്ചിരുന്ന് അവൻ്റെ കാല് കഴുകിയിട്ട് യേശു ആദ്യമായി ലോകത്തിൽ ഒരു കാര്യം തെളിയിച്ചു: നിങ്ങൾ വിളമ്പുകാരും വിളമ്പി തിന്നുന്നവരുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളമ്പുകയും ചെയ്യാം, തിന്നുകയും ചെയ്യാം. അതുകൊണ്ട് കാപ്പി കുടിക്കാൻ ആഗ്രഹിക്കുന്ന എടിയെ ഒരു കാപ്പി ഇട്ടതാടി എന്ന് പറയാതെ എന്തോ ചെയ്യാൻ പറ്റും? എൻ്റെ ഭാര്യ എന്നോട് പറയും, വേണേ പോയി ചായ ഇട്ട് കുടിക്കാൻ പറയും. എനിക്ക് സൗകര്യമുള്ളപ്പം ഇട്ട് തരും. അപ്പം എന്നെ അവൾ എന്താ പഠിപ്പിച്ചു? ചായ ഇടാൻ പഠിപ്പിച്ചു. പിന്നെ ചിലപ്പോൾ എന്നോട് പറയും, അച്ഛൻ കഴിച്ചിട്ട് ആ പാത്രം കഴുകി വെച്ചാൽ ബാക്കി ഒന്നും പാത്രം ഇച്ചിരൂടെ വൃത്തിയാണ്, അവിടെ എല്ലാം വെള്ളം ഒഴിക്കലെന്ന് മാത്രം. ഞാൻ കഴുകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഈ അതിലൊക്കെ മുഴുവൻ അങ്ങ്. അപ്പോൾ അവിടെ പറഞ്ഞ് വെള്ളം അവിടെ എല്ലാം ആക്കലെന്നുള്ളൂ, വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ട് അങ്ങ് വല്ലതും സംഭവിക്കുമോ? വിളമ്പുകാരാകുക എന്നുള്ളതാണ്. വിളമ്പി തിന്നാൻ മാത്രം പഠിക്കുകയല്ല. ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചില പള്ളിയിലൊക്കെ ഒരു കളിയുണ്ട്, എന്താ പറയുക, ഫുഡെല്ലാം ഉണ്ട്, അങ്ങ് കേമോ എന്ന് വെച്ചാൽ ഞാൻ കതറ ഓടെ കാരണം പശയിട്ട് വന്നേക്കുക. ഇതിങ്ങനെ ബ്ലേഡ് പോലെ ആക്കി വെച്ചേക്കുക. കാരണം നമ്മൾ കഞ്ഞിയൊക്കെ വിളമ്പുമ്പോഴേ, ഞാൻ കാനഡയിൽ ഇരിക്കുമ്പോൾ ഒരു ജിനേഷ് ഉണ്ട്, പാലക്കാട് തന്നെ. അവൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, ആ പള്ളിയിലെ മെയിൻ ആളുമാണ്. എൻ്റെ ദൈവമേ, മനുഷ്യൻ മുഴുവൻ കഞ്ഞിയും കുടിച്ചിട്ട് പോകും. ഞാൻ നോക്കുമ്പോൾ ഈ പാമ്പ് പിടിച്ചവൻ കാനഡക്കാരനാണ്, ഓർത്തോണേ, കാനഡയിലെ കാര്യമാണ് പറയുന്നത്, ടൊറൻറ്റോയിലെ കാര്യമാണ് പറയുന്നത്. അവൻ പാലക്കാട്ട് നിന്ന് കുടിയേറി വന്ന, അവനാകെ പ്രായമുള്ള 36 വയസ്സാണ്. ഈ പാമ്പ് പിടിച്ച പെമ്പിള്ളാരിരുന്ന് കഴുകുന്നത് പോലെ ഞാൻ എൻ്റെ യാത്രയെ പിന്നെ അവൻ്റെ പേര് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. നിന്നെപ്പോലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. IT കാരനാണ്. അവിടുത്തെ അവൻ മേടിക്കുന്ന ശമ്പളം കേട്ടാൽ അവൻ പള്ളിയിൽ വന്ന് ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് തമ്പുരാൻ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. അവൻ അവിടെ ഇരുന്ന് ബാക്കി ടീമുകളെല്ലാം ഏതാ കഞ്ഞി കുടിച്ച് ഞങ്ങൾ കഞ്ഞി കുടിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ ഈ പാമ്പ് പിടിച്ച ആ ഉണ്ടാക്കി അവിടെ എല്ലാം ഉണ്ടാക്കുക, അവർ തന്നെ ഉണ്ടാക്കുക. ആ കരി ഇരുന്ന് തേച്ച് മെഴുക്കുന്ന കണ്ടാൽ ഞാൻ പറയാൻ വന്നത് വിളമ്പുകാരാകുക എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേമന്മാരാകുക എന്നുള്ളതല്ല, പിന്നെ നമുക്ക് വിളമ്പാനും കഴിയണം, വിളമ്പി തിന്നാനും കഴിയണം. യേശു പറഞ്ഞു, നിങ്ങൾ തന്നെ വിളമ്പിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളത് ശേഖരിക്കുന്ന നാണക്കെട്ട പരിപാടിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറയും പെറുക്കികളാകുക എന്നുള്ളതാണ്, അല്ലേ? പെറുക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? ഇവിടെയൊക്കെ എങ്ങനെ പറയും, നീ വെറും പെറുക്കിയാണോ എന്ന്? എന്തോ അതിൻ്റെ അർത്ഥം എന്തോ? ഇവിടെ പറയത്തില്ലേ പെറുക്കിയെന്ന്? ഞങ്ങളുടെ കുഴിക്കാലല്ല ഒരു നെഗറ്റീവ് കൊണോട്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ പെറുക്കി എന്ന് പറഞ്ഞാൽ അവനൊരു കാശിനും വെറും ഒരു, ഇവിടെ പറയത്തില്ലേ? പറയുമോ? പറയും. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പെറുക്കാൻ പറഞ്ഞു, നിങ്ങൾ പെറുക്കിയെടുക്കാൻ പറഞ്ഞു. ശിഷ്യന്മാരെ യേശു എന്താക്കി? നിങ്ങൾ പെറുക്കികളുമാവണം, വേണ്ടി വന്നാൽ നിങ്ങൾ പെറുക്കിയെടുക്കണം. ഈ പെറുക്കിയെടുക്കുന്നത് നിങ്ങളുടെ തലമേലുള്ള ബാസ്ക്കറ്റായി മാറണം. എന്തിനാണ് ശേഖരിക്കുന്നത്? ഇനി പോകുന്ന കഫർനഹൂമിൽ, ഇനി പോകുന്ന ഗലീലയിൽ, ഇനി നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്തൊക്കെ പട്ടിണിപ്പാവങ്ങളുണ്ട്, ദാമുണ്ട്. അവർക്ക് ആഹാരമായി നിങ്ങളുടെ തലമേലുള്ളത് മാറണം. ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു? വിളമ്പണം, വിളമ്പി തിന്നണം, വിളമ്പുകാരാവണം, ബാക്കിയുള്ളത് ശേഖരിക്കണം, ചുമട്ടുകാരാവണം, പെറുക്കികളാവണം. പിന്നെന്താണ്? ഒടുവിൽ, എല്ലാത്തിൻ്റെയും ഒടുവിൽ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യന്മാരായി മാറുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാം. ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇടവകയിൽ എന്തിന് രൂപപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ അതൊരു മേന്മയുടേതോ പൊങ്ങച്ചത്തിൻ്റെയോ വാനിറ്റിയുടെയോ പോമ്പിൻ്റെയോ ഒന്നും അല്ല. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ല. നിങ്ങളുടെ ഇടവകയിൽ സങ്കടങ്ങളെ അറിയാനുള്ള ഒരു ഇടമായി, ഒരു ഓർഗനൈസേഷനായി എന്ത് മാറണം? ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാറണം. അങ്ങനെ സങ്കടങ്ങളെ അറിയുമ്പോൾ ആ സങ്കടങ്ങളോട് പ്രതികരിക്കാനുള്ള മനോഭാവം
ഉണ്ടാവണം. ഒരു വിശ്വാസ പ്രതികരണമാണ്. യേശുവിലുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതികരണമാണ് ഒരു സങ്കടം കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ കഴിയണം. അതിന് ചക്കേലോ ഉണ്ടാക്കിയാലും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലും കുഴലപ്പം ഉണ്ടാക്കിയാലും എന്ത് തന്നെ ഉണ്ടാക്കിയാലും ഓരോ ഇടവയ്ക്ക് ഓരോ പാറ്റേണാണ്. ഈ ഇളമ്പൽ ഇടവയ്ക്ക് ഇവിടുത്തെ പ്രാദേശിക ചുറ്റുപാട് നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിക്കണം. അത് ചക്കേലവയാണോ അല്ലെ കുഴലപ്പമാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക. ഒത്തിരി കാര്യം, ചില പള്ളികളാണെങ്കിൽ ഇടവയ്ക്ക് പുറത്തുള്ള ആൾക്ക് ആടിനെ നൽകും, അത് പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുട്ടിയെ വേറൊരാൾക്ക് കൊടുക്കും. അങ്ങനെ ആട്ടും കൃഷി പോലെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് മോഡൽസ് ഉണ്ട്. ഞാൻ എല്ലാം കൂടെ പറയാൻ എനിക്ക് സമയമില്ല. അങ്ങനെ പല മോഡൽസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചുമ്മാതുണ്ടായ ഒരു ഓർഗനൈസേഷൻ അല്ല. മാർത്തോമാ സഭയുടെ സാക്ഷ്യം മതേതര ലോകത്ത് രൂപപ്പെടുത്താൻ വേണ്ടി യശസ്വരനായ അലക്സാണ്ടർ മാർത്തോമാ തിരുമേനി സഭയിലുണ്ടാക്കിയ ഏറ്റവും ശക്തമായ ഒരു ഓർഗനൈസേഷനാണ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഇടവകയിൽ അത് ഭംഗിയായി നടക്കാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ചെയ്യാനും ഇളമ്പൽ മാർത്തോമാ ഇടവക ചെയ്യുന്ന വികസന സംഘത്തിൻ്റെ മാതൃകകൾ കണ്ട് സഭ മൊത്തം അത് അംഗീകരിക്കാനും ഒക്കെ ഇടയാവണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചൂട് സമയത്ത് നിങ്ങൾ വിശന്നൊക്കെ ഇരുന്ന് ഈ പ്രസംഗം കേട്ടതിലുള്ള പ്രത്യേകമായ നന്ദി പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ചുരുങ്ങിയ സമയത്തിനുള്ള അച്ഛനെ മനോഹരമായിട്ട് തൻ്റെ ക്ലാസ് അവതരിപ്പിച്ചു. എന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ വികസന സംഘത്തെപ്പറ്റി പലർക്കും ഒരു വേണ്ടത്ര ധാരണ ഇല്ല എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. അച്ഛൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് ഒരു ഏകദേശ ധാരണയൊക്കെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ലഭിക്കാൻ ഇടയായി തീർന്നു. ചില വിചാരം വികസന സംഘം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഞങ്ങൾ മാത്രം. അങ്ങനെയൊന്നല്ല. സഭ മുഴുവൻ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളിതിനോടൊക്കെ കാണിക്കുന്നൊരു താല്പര്യം ഈ നാളുകളിൽ പ്രത്യേകിച്ച് പുതിയ സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും സംഗതമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നൊരു സംഘടനയാണ് വികസന സംഘം. ഒത്തിരി പോസിബിലിറ്റീസ്, ഒത്തിരി സാധ്യതകൾ അതിനകത്തുണ്ട്. പലപ്പോഴും അത് മനസ്സിലാക്കാനുള്ള ഒരു സഹിഷ്ണുതയോ താല്പര്യമോ ഒന്നും നമ്മുടെ ഇടവജനങ്ങൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിമിതിയായിട്ട് ഞാൻ കാണുന്നത്. ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ലഭിക്കുന്ന വിലപ്പെട്ട അവസരം. ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർ ആകാശം താങ്ങി വെച്ചേക്കുന്നതെന്നാണ് ചിലരെയൊക്കെ പോക്ക് കണ്ടാൽ എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല, വെറും വട്ടപ്പൂജയാണ് നമ്മളൊക്കെ. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പള്ളിയിലൊരു ക്ലാസ് നടക്കുമ്പോൾ ഒരു വിശിഷ്ടാതിഥിയൊക്കെ വരുമ്പോൾ കൊടുക്കേണ്ട ബഹുമാനവും ആദരവും ഒക്കെ കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതില്ലാതെ പോകുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യച്യുതിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അല്ലേ? ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയിട്ട് വലിയ കാര്യങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ്, അല്ലേ? എന്തോ സാധിച്ചു, അങ്ങനെ ഓടിയവരൊക്കെ എന്നാ സാധിച്ചു എന്നുള്ളതൊക്കെ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ വളരെ ഭംഗിയായിട്ട് അച്ഛൻ ക്ലാസ് അവതരിപ്പിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങൾ ഓരോ ഇടവയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരിടവയിൽ ചക്കയിലുവ വിജയിച്ചെങ്കിൽ വേറെ ഇടവയിൽ വേറെ പല കാര്യങ്ങളായിരിക്കാം. അതെല്ലാം നല്ലൊരു കാര്യത്തിന് ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കുമ്പോൾ അത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? നമുക്ക് പിന്നെ ഒരു പരിപാടിയേ ഇല്ലല്ലോ, അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അച്ഛനോട് ചോദിക്കാം. അച്ഛൻ കുറച്ച് സമയം കൂടെയൊക്കെ ഇവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷ ക്രമീകരിപ്പാൻ തക്കവണ്ണം നമ്മുടെ വികസന സംഘമാണ് ഇതിനാവശ്യമായിട്ടുള്ള നേതൃത്വം നൽകിയ. അതുകൊണ്ട് വികസന സംഘത്തിൻ്റെ പേരിലും ഇടവയുടെ പേരിലും ബഹുമാനപ്പെട്ട മോൻ സി വർഗീസ് അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിക്കും. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളുടെയൊക്കെ മധ്യയിലും ഇത്രത്തോളം സഹിഷ്ണുതയോടെ നിങ്ങൾ ഇരുന്നല്ലോ, പ്രത്യേക സന്തോഷം നിങ്ങളോട് അറിയിക്കുന്നു. ഇനി നമ്മുടെ വികസന സംഘം കൂടുതൽ നന്മയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം മുതൽ ഈ ദിവസങ്ങളിൽ ഇനി നോമ്പ് പ്രാർത്ഥനയുണ്ട്. വൈകിട്ട് 7 മണിക്കാണല്ലോ പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും വന്ന് സംബന്ധിപ്പാനുള്ള താല്പര്യം പ്രത്യേകമായിട്ട് കാണിക്കണം എന്നുള്ളതും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ദൈവമായ കർത്താവേ,